Hello my dear students, welcome back to Eagle Learning. This is me Aslam. So dear students, continuity എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കുറച്ച് ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് വരാനുള്ള ക്വസ്റ്റ്യൻസിന് ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിന്യൂറ്റി സാധാരണ ചോദിക്കാറുള്ളത്. സോ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂ മൈനസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 എക്സ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ്. അതായത് എഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ, എല്ലാ പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്, രണ്ട് പീസ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ആണ്. സോ ഒന്നാമത്തെ പീസ് വരുന്നത് എക്സ് ക്യൂ മൈനസ് 3 ആണ്, രണ്ടാമത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരേ ഒരു പോയിന്റിന് മാത്രം നോക്കിയാൽ മതി. കാരണം രണ്ട് പീസിലും വരുന്ന ഫംഗ്ഷൻസ് എന്താണ്? ഫംഗ്ഷൻസ് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. സോ ഇവിടെ നമുക്ക് മൂന്ന് കേസ് വരുന്നുണ്ട്. ആക്ച്വലി മൂന്ന് കേസ് എന്ന് പറഞ്ഞാൽ വെൻ എക്സ് ലെസ് ദാൻ 2, വെൻ എക്സ് ലെസ് ദാൻ 2, എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3 ആണ്. എക്സ് ക്യൂബ് മൈനസ് 3 എന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. സോ പോളിനോമിയൽ, ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇത്ര എഴുതിയാൽ മതി, ഈ ഭാഗം കഴിഞ്ഞു. Therefore, at x less than 2 function is continuous. ഓക്കെ, ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. രണ്ടാമത്തെ കേസ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 2, എഗെയിൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 വന്നപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1, ഇതും എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോഴും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 സെയിം സാധനം, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഞാൻ വേഗം ചെയ്യുന്നുണ്ട്. Therefore at എക്സ് ഗ്രേറ്റർ ദാൻ 2 ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഫംഗ്ഷന്റെ രൂപം മാറുന്ന പോയിന്റ്. അതാണ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെയാണ് നമുക്ക് കാര്യമായിട്ട് ചെക്ക് ചെയ്യാണ്ടാവുക. സോ അറ്റ് എക്സ് ഈക്വൽ ടു 2, അറ്റ് എക്സ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതേപോലെ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ് കണ്ടുപിടിച്ച് ഇത് മൂന്നും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ആദ്യം നമുക്ക് എന്താക്കാം? എൽ എച്ച് എൽ കാണാം. എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ വരുന്നത് എത്രയാണ്? ഫംഗ്ഷൻ ഏതാണ്? എക്സ് ക്യൂബ് മൈനസ് 3 ആണ്. സോ എഫ് ഓഫ് എക്സിന് പകരം എക്സ് ക്യൂബ് മൈനസ് 3. ഇനി നമുക്ക് എന്താക്കാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്. സോ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് മൈനസ് 3 ചെയ്യുന്നുണ്ട്. 2 ക്യൂബ് മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 2 ക്യൂബ് 8 ആണ്. 8 മൈനസ് 3 ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ എൽ എച്ച് എൽ നമുക്ക് 5 കിട്ടി. ഇനി നമ്മൾ എന്താക്കുന്നു? ആർ എച്ച് എൽ കണ്ടുപിടിക്കുന്നു. ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഏതാ വരുന്നത്? റൈറ്റ് സൈഡ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1. 2ൻ്റെ റൈറ്റ് സൈഡ് ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്, ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 കൊടുക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എക്സിൻ്റെ വാല്യൂ 2 ആയിട്ട് കൊടുക്കുന്നു. സോ 2 സ്ക്വയർ പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എഗെയിൻ 5. എൽ എച്ചിലും ആർ എച്ചിലും ഈക്വൽ ആയിട്ട് വന്നു. ഇനി ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഏതാ വരിക നോക്കാം. സോ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു, അതായത് ഫംഗ്ഷൻ എക്സിന് ഫംഗ്ഷൻ 2ന് ഈക്വൽ ആകുമ്പോൾ ഫംഗ്ഷൻ വരുന്നത് എക്സ് ക്യൂബ് മൈനസ് 3 ആണ്. സോ എഫ് ഓഫ് 2ൽ നമ്മൾ എന്താക്കുന്നു? എക്സ് ക്യൂബ് മൈനസ് 3 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ 2 ക്യൂബ് മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 5. അതും 5 ആയിട്ട് മാറുന്നു. 2 ക്യൂബ് മൈനസ് 3 എന്താണ്? 5 ആണ് വരിക. 8 മൈനസ് 3 5 ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എഫ് ഓഫ് 2ഉം എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 2 കിട്ടിക്കഴിഞ്ഞു. Therefore the function does not have any discontinuous point. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. there is no point of discontinuity എന്ന് എഴുതിയിട്ട് നമുക്ക് എന്താക്കാം? ഈ ക്വസ്റ്റ്യൻ ആൻസർ കൺക്ലൂഡ് ചെയ്യാം. there is no point of discontinuity. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസറായി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഫംഗ്ഷൻ മാറിക്കൊണ്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ടൈപ്പാണ് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്. കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന 2-3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ NCERT ഉണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡ് തന്നെ ആയിരിക്കും കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അഗെയിൻ പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ cos x if x greater than pi at x equal to pi എന്താണ്? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഫംഗ്ഷൻ x equal to pi കണ്ടിന്യൂസ് ആണെന്നുണ്ട്.
അപ്പോൾ എക്സ് ഈക്വൽ ടു പൈയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് മീനിങ് എന്താ? ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ആയിരിക്കണം, പൈ എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ്, ഇവിടെ നമുക്ക് എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും മാത്രം മതി. ഈ രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ ഫംഗ്ഷൻ, അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആകുമ്പോൾ ഫംഗ്ഷൻ വരുന്നത് കെ എക്സ് പ്ലസ് 1 ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് ഫംഗ്ഷന് പകരം ഞാൻ എന്ത് കൊടുത്തു? കെ എക്സ് പ്ലസ് 1 കൊടുത്തു, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഗെയിൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ലിമിറ്റ് ആകുമ്പോൾ ഫംഗ്ഷൻ വരുന്നത് കോസ് എക്സ് ആണ്. സോ കോസ് എക്സ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയിരിക്കും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് പകരം പൈ കൊടുത്താൽ കെ പൈ അല്ലേ, കെ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു കോസ് പൈ. കെ പൈ പ്ലസ് 1 ഈക്വൽ ടു കോസ് പൈൻ്റെ വാല്യൂ എന്താ വരിക? കോസ് പൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 ആണ്. സോ കെ പൈ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഈ +1 നേരെ അങ്ങോട്ട് പോയാൽ -1 ആയിട്ട് മാറുന്നു. സോ -1 -1 -2 കെ ഇസ് ഈക്വൽ ടു -2/π എന്ന് കിട്ടുന്നു. കെൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -2/π എന്ന് കിട്ടി. ഇങ്ങനെയാണ് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. കെ പൈ പ്ലസ് 1 -1 ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ നമ്മൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കെൻ്റെ വാല്യൂ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കെൻ്റെ വാല്യൂ -2/π എന്ന് കിട്ടുന്നു. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതേ മെത്തേഡിലാണ് നമുക്ക് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്. ഇതും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും കണ്ടുപിടിക്കാൻ റിപ്പീറ്റ് അടിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻഡ് ദ വാല്യൂസ് of a and b such that the function defined by function again piecewise function ആണ്. f of x equal to 5 ആണ്. അപ്പോൾ if x greater than or equal to ax plus b ആണ്. if 2 less than x less than or equal to 10 21 ആണ്. if x greater than or equal to 10 is a continuous function. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫംഗ്ഷന്റെ ബ്രേക്കിംഗ് പോയിന്റ്, ഫംഗ്ഷന്റെ രൂപം മാറുന്ന രണ്ട് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ രൂപം മാറുന്ന രണ്ട് പോയിന്റ്സ് അറ്റ് എക്സ് ഈക്വൽ ടൂവും അതേപോലെ എക്സ് ഈക്വൽ ടു 10ലുമാണ് ഫംഗ്ഷന്റെ രൂപം മാറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഈക്വൽ ടു 10. ഈ രണ്ട് പോയിന്റ്സിനും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, കാരണം ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഇനി നമുക്ക് എന്താക്കാം? കണ്ടിന്യൂസ് ആണ് 2 എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് ഈക്വൽ ടു 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ, എക്സ് ഈക്വൽ ടു 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതേപോലെ തന്നെ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും വരിക. എങ്കിൽ നമുക്ക് എന്താക്കാം? ഈ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും മാത്രം വെച്ചുകൊണ്ട് ആൻസർ ചെയ്യാം. എഫ് ഓഫ് ടോടെ വെച്ചെന്ന് വെച്ചൊരു പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. 2ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വെച്ച് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, 2ന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 5 വരുന്നത്. അതേപോലെ തന്നെ 2ന്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷന്റെ വാല്യൂ വരുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. നമ്മൾ എന്താക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സിന് പകരം 5 വരുന്നു, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സിന് പകരം ഫംഗ്ഷൻ വരുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. എ എക്സ് പ്ലസ് ബി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് 2 മൈനസ് 5 എന്ന് പറഞ്ഞാൽ അത് 5 തന്നെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് 2 പ്ലസ് എ എക്സ് പ്ലസ് ബി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 2a പ്ലസ് ബി ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? അറ്റ് എക്സ് ഈക്വൽ ടു 10ലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10 എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 10 ആണ്. നമുക്ക് എൽ എച്ച് എൽ എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് രണ്ടും മതി. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ ഫംഗ്ഷൻ നോക്കുമ്പോൾ 10 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. എ എക്സ് പ്ലസ് ബി ആണ് വരുന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ്
എഫ് ഓഫ് എക്സിന് പകരം എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10+. 10ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആകുമ്പോൾ വരുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ 10ൽ 21 വരുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ. സോ അവിടെ എന്തായാലും മാറുന്നു 21 കൊടുക്കുന്നു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു എ ആയിട്ട് മാറുന്നു. 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സെയിം ലിമിറ്റ് വരുന്നു 21 ആയിട്ട് മാറുന്നു. 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 21 എന്ന് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും ബീൻ്റെ കോയിഫിഷ്യൻ്റ് വരുന്നത് സെയിം ആണ്, 1 വരുന്നത്. അതേപോലെ സൈനും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, രണ്ടാമത്തെ ഇക്വേഷനും ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ എൻ്റെ വാല്യൂ കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 21 മൈനസ് ഒന്നാമത്തെ ഇക്വേഷൻ 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 ആണ്. സോ 10a മൈനസ് 2a എന്ന് പറഞ്ഞാൽ 8a വന്നു. ബിയും ബി മൈനസ് ബി ക്യാൻസൽ ആയി. 21 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 16 ആണ് വരിക. സോ 8a ഇസ് ഈക്വൽ ടു 16, a ഇസ് ഈക്വൽ ടു 16/8 വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. എൻ്റെ വാല്യൂ കിട്ടിയാൽ ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ എൻ്റെ വാല്യൂ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 4 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 ആയിട്ട് മാറുന്നു. ബീൻ്റെ വാല്യൂ 5 മൈനസ് 4 1 എന്ന് കിട്ടുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഏതാണ്? 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 ആണ്. എൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ 2 × 2 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 which implies 2 × 2 4 ആണ്. 4 plus b is equal to 5. b is equal to 5 minus 4 which is equal to 1. ബീൻ്റെ വാല്യൂ 1 കിട്ടി. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എൻ്റെ വാല്യൂ 2 എന്ന് വന്നു, ബീൻ്റെ വാല്യൂ 1 കിട്ടി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇവിടെ വാല്യൂസ് ഒക്കെ മാറ്റിക്കൊണ്ട് തരും, പക്ഷേ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ എന്താക്കിയാൽ മതി, ഫോളോ ചെയ്താൽ മതി, ആൻസർ കിട്ടും. ബ്രേക്കിംഗ് പോയിന്റ് കണ്ടുപിടിക്കൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ പ്രീവിയസ് ഇയറും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നു, ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ and b so that the function f defined by f of x equal to ax plus 1 if x less than or equal to 3, bx plus 3 if x greater than 3 is continuous at x equal to 3. അതായത് എയും ബിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് 3 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ. സോ എഗെയിൻ നമുക്ക് എന്താക്കാം, 3 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആ 3 എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും മാത്രം മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആകുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എ എക്സ് പ്ലസ് 1 ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 ഫംഗ്ഷൻ്റെ വാല്യൂ ബി എക്സ് പ്ലസ് 3 ആണ്. സോ ബി എക്സ് പ്ലസ് 3. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ എക്സ് പ്ലസ് 1 എന്തായിട്ട് മാറും? എക്സിന് പകരം 3 വന്നാൽ 3a പ്ലസ് 1 ഇസ് ഈക്വൽ ടു, എഗെയിൻ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് പകരം 3 വന്നു കഴിഞ്ഞാൽ 3b പ്ലസ് 3 ആയിട്ട് മാറുന്നു. 3b പ്ലസ് 3 എന്നായിട്ട് മാറുന്നു. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചെയ്യാണ്. എയും ബിയും വരുന്ന ടേംസ് ഒക്കെ ഒരു സൈഡിലേക്കും കോൺസ്റ്റൻസ് ഒക്കെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ 3a 3b ഇങ്ങോട്ട് വന്നാൽ മൈനസ് 3b ആയിട്ട് മാറുന്നു. ഈക്വൽ ടു ഓൾറെഡി റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 ഉണ്ട്, പ്ലസ് 1 അങ്ങോട്ട് വരുമ്പോൾ -1 ആയിട്ട് മാറുന്നു. 3a മൈനസ് 3bയിൽ കോമൺ ആയിട്ട് ഒരു 3 ഉണ്ട്. ഞാൻ 3നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ a മൈനസ് ബി 3 ഇൻറ്റു a മൈനസ് ബി ഇസ് ഈക്വൽ ടു 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് വരിക. സോ a മൈനസ് ബി ഇസ് ഈക്വൽ ടു ഈ കാണുന്ന 3 ഞാൻ എന്താക്കുന്നു, നേരെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. സോ ഡിനോമിനേറ്ററിലേക്ക് പോകുന്നു, 2/3 എന്ന് വരുന്നു. 2/3. അപ്പോൾ എ മൈനസ് ബി, ഈ റിലേഷൻ എന്ത് കിട്ടി? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? റിലേഷൻ കണ്ടുപിടിക്കേണ്ടത്. സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമ്മോട് ഷോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്, രണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, രണ്ടും കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ കോമ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അതും കണ്ടിന്യൂസ് ആയിരിക്കും വരിക. സോ ഞാനൊരു കാര്യം ചെയ്യാണ്, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും അതേപോലെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ഞാനൊരു കാര്യം ചെയ്യുന്നു, എച്ച് ഓഫ് എക്സ് ഈക്വൽ സപ്പോസ് കോസ് എക്സ് എന്നും അതേപോലെ തന്നെ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എടുക്കുന്നു.
കോസ് എക്സും അതേപോലെ എക്സ് സ്ക്വയറും എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് പോളിനോമിയൽ ഫംഗ്ഷനും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് രണ്ടും ഒന്നാമത്തെ ട്രിഗ്നോമെട്രിക് ആണ്, രണ്ടാമത്തെ പോളിനോമിയൽ ആണ്, രണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ആണ് ആക്ച്വലി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. സോ അതെങ്ങനെ കോമ്പോസിറ്റ് വരുന്നത് നോക്കി വെക്കാം. ഇവിടെ പുറത്ത് കോസ് എക്സ് ആണ്. സോ ഞാനിവിടെ എച്ച് കോമ്പോസിഷൻ ഓഫ് ജി ആയിരിക്കും വരാനിരിക്കുന്നത്. എച്ച് കോമ്പോസിഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എച്ച് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പം എച്ച് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഏതാണ് എക്സ് സ്ക്വയർ ആണ് വരിക. സോ ജി ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുത്തു. അപ്പോൾ എച്ച് ഓഫ് എക്സ് സ്ക്വയർ കിട്ടി. എടാ ഇനി നിങ്ങൾ നോക്കണേ, എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. എച്ചിൻ്റെ അകത്ത് എക്സ് വന്നപ്പോൾ കോസിൻ്റെ കൂടെ എക്സ് വന്നു. ഇവിടെ എച്ചിൻ്റെ കൂടെ എന്താണ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ കോസിൻ്റെ കൂടെ ആര് വരും? കോസ് ഓഫ് എക്സ് സ്ക്വയർ വരും. കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇതല്ലേ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ. അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ രണ്ടും എച്ച് ഓഫ് എക്സും അതേപോലെ ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിൻ്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള കോസ് ഓഫ് എക്സ് സ്ക്വയറും എന്തായിരിക്കും? അതും കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് പറയാൻ പറ്റും. അതേപോലെ കോസ് ഓഫ് എക്സ് സ്ക്വയറും പറയാൻ ചിലപ്പം സൈൻ ഓഫ് എക്സ് സ്ക്വയർ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ സൈൻ ഓഫ് മോഡ് എക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, ഈ കാണുന്ന മെത്തേഡിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നുള്ളത്. സോ ഇതാണ് നമുക്ക് അടുത്ത ഈ നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് നമുക്കൊരു ഡയഗ്രം, ഒരു ഫിഗർ വെച്ചുകൊണ്ട് ഗ്രാഫ് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം നോക്കാം. ഇതൊരു PYQ ഒരു പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കണ്ടേ. ഇവിടെ നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. റൈറ്റ് ദ ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് ഷോൺ ബിലോ. അതായത് ഗ്രാഫ് കാണിച്ച ഫംഗ്ഷനെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ നോക്കിയപ്പോൾ രണ്ട് സൈഡിൽ 2 ക്യാരക്ടറാണ്, 2 സ്വഭാവമാണ്. അതായത് പോസിറ്റീവ് XY ആക്സിസിൽ നമുക്ക് കാണാൻ പറ്റിയത് എന്താണ്? ഫസ്റ്റ് ക്വാർട്ടറിൽ കാണാൻ പറ്റിയ എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ ഒരു സ്ട്രെയിറ്റ് ലൈന് പോലെ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ രൂപത്തിലാണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ക്വാർട്ടറിലോ ഒരു ജസ്റ്റ് ഒരു കേർവ്ഡ് ഷേപ്പാണ്. കേർവ്ഡ് ഷേപ്പ് തന്നെ നമുക്കൊരു എക്സ് സ്ക്വയറിൻ്റെ രൂപത്തിലേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. നമുക്ക് നോക്കി വെക്കാം. അതായത് എക്സിൻ്റെ വാല്യൂ 1 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 1, എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 2. അതായത് ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ക്വാർട്ടറിൽ സംഭവിക്കുന്നത്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ രൂപത്തിലാണ് പോകുന്നത്. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് എന്താണ്? ഈക്വൽ ആണ് വരുന്നത്. എക്സിൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെയും വാല്യൂസ് എന്താണ്? ഈക്വൽ ആയിട്ട് പോകുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ഇങ്ങനെ നോക്കിയപ്പോൾ ഗ്രാഫ് പോകുന്നതിൽ നമ്മുടെ ഗ്രാഫിൽ -1 ആയപ്പോൾ ഇവിടെ കാണാൻ പറ്റേ -1 ആയപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ -2 ആയപ്പോൾ എഫ് ഓഫ് എക്സ് 4 ആണ്. അതായത് -1ൻ്റെ സ്ക്വയർ ആണ് 1, -2ൻ്റെ സ്ക്വയർ ആണ് 4. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ രൂപത്തിലാണ് എന്ത് പോകുന്നത്? സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ഫംഗ്ഷൻ്റെ രൂപം വരുന്നത്. സോ എഫ് ഓഫ് എക്സ് എ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. 2 രൂപം കാണിക്കുന്നതുകൊണ്ട് സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ വരുന്നത് എന്താണ്? എക്സ് ആണ്. രണ്ടും സെയിം, എഫ് ഓഫ് എക്സിൻ്റെയും എക്സിൻ്റെയും വാല്യൂ സെയിം ആണ്. സോ എക്സ് ആണ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. അതേപോലെ തന്നെ 0 ആണ് എപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ. എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0 വരുന്നത്. ഇനി അതേപോലെ തന്നെ ഫംഗ്ഷൻ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താ? അതിൻ്റെ സ്ക്വയർ ആയിട്ട് മാറുന്നു. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആയിട്ട് മാറുന്നു ഫംഗ്ഷൻ്റെ വാല്യൂ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് എ. അതായത് ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. മക്കളെ ഒന്നുമില്ല, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് പെൻസിൽ എടുക്കാതെ അല്ലെങ്കിൽ പെൻ എടുക്കാതെ ഈ കാണുന്ന ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എക്സ് സ്ക്വയറും എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ ഈ കാണുന്ന ഗ്രാഫ് നോക്കിയാൽ അല്ലെങ്കിൽ ഈ കാണുന്ന ഫംഗ്ഷൻ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തതാണ് ഡിസ്കസ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് എ. അതായത് ഈ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി പറയുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1-2 കാര്യങ്ങൾ 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കണ്ട് അത് രണ്ടും ഈക്വൽ അല്ലെന്ന് പറയാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വരിക 2x റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വരിക 1 ആണ് വരിക. അത് രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. അങ്ങനെ നമുക്ക് എന്താക്കാം? കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് വെച്ചുകൊണ്ട് പറയാൻ പറ്റും. ഇവിടെ ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്. അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്. അവിടെ ഒന്നിലധികം ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ദെർഫോർ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റിനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്, DIY. നിങ്ങൾ ഇതിൻ്റെ ആൻസർ
എന്താക്കുക, നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇത് കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താക്കുക, നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ജസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ മതി. ഒരു ടിപ്പ് വേണമെങ്കിൽ തരാം. ഇവിടെ നമുക്കറിയാം sin x by x എന്ന് പറഞ്ഞാൽ sin എക്സും എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അറ്റ് എക്സിന്റെ വാല്യൂ 0 ഈക്വൽ ആവുന്നില്ല കേട്ടോ. സോ sin x by x എന്ന് പറഞ്ഞാൽ sin എക്സും കണ്ടിന്യൂസ് ആണ്, എക്സും കണ്ടിന്യൂസ് ആണ്. സോ നമ്മളൊരു കോഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ പഠിച്ചതിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് പ്ലസ് 1 ആണ് വരുന്നത്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സോ ഇതും എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി നമ്മൾ ആകെ നോക്കേണ്ടത് അറ്റ് എക്സ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 0 എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതേപോലെ ഫംഗ്ഷന്റെ ആ പോയിന്റിലെ വാല്യൂ ഈക്വൽ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആണെന്ന് കമൻസിൽ അറിയിക്കുക. ഇനി കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് കമൻസിൽ നിങ്ങൾ പറയുക. സോ ഡിയർ സ്റ്റുഡൻസ്, ഈ കാണുന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.